എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Because Jesus himself said that when you meet somebody, say shalom. യേശുക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ മറ്റൊരു സഹോദരനെ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് വേണം പറയാനായിട്ട്. But I ask that God forgive us, we Christians, because we forget something to say shalom to each other, but mostly we say praise the Lord. സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാൻ കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ നമ്മൾ ആളുകളെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആണ് പറയുന്നത്. അതിന് ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ എന്നും കൂടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Hallelujah. ഉണ്ടാകട്ടെ. This morning with man of God we are going to share maximum 30 to 35 minutes. ഒരു 30-35 മിനിറ്റാണ് പരമാവധി ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. Which means I'm going to preach only for 15 minutes. 35 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് പറഞ്ഞാൽ 15 മിനിറ്റ് ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ. And I have a 7-pointer. എനിക്ക് 7 കാര്യങ്ങൾ പറയാനുണ്ട്. If I couldn't finish the 7 point, no problems. You can send DD and come. 7 പോയിന്റ് മൊത്തം എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ by next Sunday we will finish it. We are divided into 2. 7 പോയിന്റുകൾ എനിക്ക് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പറയാൻ പറ്റുമെന്ന് പറയുന്നു. അടുത്ത ആഴ്ച ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്തായിരിക്കും. This morning we are going to talk about the 7-fold purpose of the word of God. ദൈവ വചനത്തിന്റെ 7 തരം പ്രവൃത്തികളെ കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. Number 7 is the perfections. ഏഴാമത്തേത് പെർഫെക്ഷൻ ആണ്, പൂർണ്ണത. And we are going to read in like a basic of what we are going to develop in the book of Psalm 119. 119 സങ്കീർത്തനമാണ് നമ്മൾ അതിന് ആധാരമായിട്ട് വായിക്കാൻ തീരുമാനിക്കുന്നത്. 119 സങ്കീർത്തനം verse 1 to 8. 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. 119 സങ്കീർത്തനം അതിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Somebody can read in Malayalam for us. മലയാളത്തിൽ ആരെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും. 119 സങ്കീർത്തനം 1-ാം അധ്യായം 8 വരെയുള്ള വാക്യങ്ങൾ. നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിച്ചു നടക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. In my translation is saying, എന്റെ പരിഭാഷ ഇങ്ങനെയാണ്. ഞാൻ joyful are the people of integrity who follow the instruction of the law. Joyfully are those who obey his law. Search for him with all their heart. They do not compromise with evils. Oh my God. അതിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും ഞാൻ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിന്റെ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ എന്റെ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്ന അവർ സന്തോഷമുള്ളവർ, ജോയ്ഫുൾ ആണ്, അവർ ആനന്ദമുള്ളവർ, സന്തോഷമുള്ളവർ എന്നാണ് എന്റെ പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. Here I want to make some nuance. I want to make the difference between happiness and joy. സന്തോഷവും, that's a little bit difficult to make it in Malayalam. In Malayalam I understand. That's why I say I want to make a nuance. രണ്ടും അത് ഇംഗ്ലീഷിൽ തന്നെ പറയട്ടെ. ഹാപ്പിനെസ് എന്ന വാക്കും ജോയ് എന്ന് പറയുന്ന വാക്കും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. You know, when you are happy, you are joyful, you make, you express outside that everybody know that something's happened somewhere in your life. That's what joyful. That's joyful. Okay. Extreme. Okay, you want to confuse me also. No, I'm not confused. So joyful എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: സന്തോഷമുള്ള ഒരാളിന്റെ പ്രകടനത്തെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സന്തോഷമുണ്ട്, നമുക്കൊരു അതിയായ സന്തോഷം മനസ്സിലുണ്ട്, ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴാണ് ജോയ്ഫുൾ ആയിട്ട് മാറുന്നത്. അതിന് കൃത്യമായി മലയാളം ചോദിച്ചാൽ എനിക്കറിയാൻ മേല. അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് തന്നെ ചോദിക്കാം മലയാളം. Somebody must be happy but not joyful. ആളുകൾ സന്തോഷമുള്ളവരായിരിക്കാം, എന്നാൽ ജോയ്ഫുൾ ആകത്തില്ല. ഒരുപക്ഷെ ആഹ്ലാദിക്കുന്നവരായിരിക്കത്തില്ല എന്നായിരിക്കാം അതിന്റെ ഒരു പരിഭാഷ. ജോയ്ഫുൾ ആകാൻ സാധ്യതയില്ല, സന്തോഷമുണ്ടെങ്കിൽ കൂടെ. If I dash you money, you are happy because I give you money. ഞാൻ നിങ്ങൾക്ക് പണം തരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ളവരാണ്, കാരണം നിങ്ങൾ പണം ലഭിച്ചു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷമുള്ളവരാണ്. But you don't go around and shout hallelujah, I get money, oh everybody I get money. That's a joy.
എന്നാൽ ജോയ്ഫുൾ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം കുറച്ചുകൂടി ഡീപ്പാണ്. നിങ്ങൾക്ക് പണം ലഭിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ആളുകളോട് ചെന്നിട്ട് എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് പണം ലഭിച്ചു, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പാടുകയും തുള്ളുകയൊക്കെ ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ സന്തോഷം നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ് ജോയ്ഫുൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. You see the difference between the two? അത് രണ്ടിന്റെ അർത്ഥം മനസ്സിലായെന്ന് You are വിശ്വസിക്കുന്നു. happy, you say thank you for dashing me money. You keep your money quietly, even your neighbors, everybody in the house don't know that you get some money. Okay. Yeah. But when something happened that extraordinary, put you in the stage of happy, joyful, you make the noise and everybody know, something happening in the life of this guy that was making noise. That's a joyful. സന്തോഷമുള്ളവർ അല്ലെങ്കിൽ ഹാപ്പിയായ ആളുകൾ ഇതാണ് സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചാല് പൈസ കിട്ടുന്നു, സന്തോഷമുണ്ട്, നന്ദി പറയുന്നു, ആ പ്രകടനങ്ങൾ അതിനകത്ത് ഒതുങ്ങുന്നു. എന്നാൽ ജോയ്ഫുൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ കിട്ടിയ നന്മ അതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് വിവരിക്കാനും പറയാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെയുള്ള ആ മാനസിക നിലവാരമാണ് ജോയ്ഫുൾ എന്ന വാക്കുകൊണ്ടും കൂടെ The അർത്ഥമാക്കുന്നത്. Bible talk about people of integrity. Those that follow the instruction of the law. It says, joys are those who obey his law and search for him with all their heart. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവൻ അന്വേഷിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് അവർ ജോയ്ഫുൾ ആണ്, ആഹ്ലാദമുള്ളവരാണ്, അവർ കുറെ കൂടെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അവർ നീതികൾ പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. സോ ബേസിക്കലി അതേ കണ്ടന്റിൽ തന്നെ വായിച്ചു നോക്കാം. സന്തോഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്നതിലുപരിയായിട്ട് അവർ ആഹ്ലാദിക്കുന്നവരാണ്, ജോയ്ഫുൾ ആണെന്ന മീനിങ്ങിൽ ആ വാക്യത്തിൽ നമുക്ക് അർത്ഥമാക്കാം. They do not compromise with the evils. അവരെ ദോഷത്തോടെ എന്ത് ചെയ്യുന്നില്ല, സമാധാനം ആചരിക്കുന്നില്ല, അവർ നീതികളെ പ്രവർത്തിക്കുന്നില്ല. We are living in a world today that easily people compromise with evils. തെറ്റിനോട് വളരെയധികം സമാനസപ്പെടുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ ഉള്ളത്. Because we children of God we find very difficult to hurt each other, to say the truth to each other. സത്യം സംസാരിക്കുമ്പോൾ മുറിവുണ്ടാകുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് വിശ്വാസികൾ പോലും സത്യം സംസാരിക്കാൻ ഭയന്നുകൊണ്ട് നീതികേടിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ചുറ്റുപാടാണ് നമുക്ക് ചുറ്റുമുള്ളത്. We categorize some word is a very sensitive word you cannot say to your brother, and then people live in a compromising manner. ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില വാക്കുകൾ പ്രയോഗിച്ചാൽ അത് ശരിയാണെങ്കിൽ പോലും അതൊരു പക്ഷേ സഹോദരന് മുറിവുണ്ടാക്കുമോ എന്നുള്ള ഭയത്തിൽ സ്വാഭാവികമായി അങ്ങനെ വാക്കുകൾ ഒഴിവാക്കുകയും കോംപ്രമൈസിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. Bible say they walk only in this part. Okay. You have charged us. I like that part. You have charged us to keep your commandment carefully. Hope that my action will consistently reflect your decree. Then I will not be ashamed when I compare my life with your commandments. അതിന്റെ 4-ാം വാക്യം 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിച്ചു നടക്കുന്നിടത്തോളം കാലം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ലാത്ത വളരെ സ്റ്റഡി ആയിട്ട് നമ്മുടെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. This is a problem, Christians. We cannot come to the point to compare our life with the God commandment. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കൽപ്പനകളുമായിട്ട് ചേർത്ത് വെച്ചല്ല നാം പഠിക്കേണ്ടത്. ബേസിക്കലി ദൈവത്തിന്റെ കൽപ്പനകളാണ് മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകളല്ല ദൈവത്തിന്റെ കൽപ്പനകളെ ഡൈല്യൂട്ട് ചെയ്യേണ്ടതിനെ കോംപ്രമൈസ് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത്. The Bible says the word of God is like a mirror. We have to watch how my face look like. Some people take 1 hour to do masquerade here and here. രാവിലെ എഴുന്നേറ്റ് ഈ വളിച്ച മോന്ത കണ്ണാടിയിലോട്ട് വെച്ചിട്ട് ഇതൊക്കെ നന്നാക്കി എടുക്കുന്ന ആ സമയത്ത് വേദപുസ്തകം പറയുന്ന ദൈവവചനം നിങ്ങൾ കണ്ണാടി എന്നാണ്. അപ്പൊ നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ പ്രതിഫലിപ്പിക്കേണ്ടത് ദൈവവചനത്തിലാണ്. ദൈവവചനത്തെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് വായിക്കുകയും നിങ്ങൾ ദൈവവചനവുമായി പൊരുത്തപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ താരതമ്യപ്പെട്ട് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും തിരുത്തപ്പെടുകയും ചെയ്യേണ്ടത് വിശ്വാസിയെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായ preoccupation here is say that I will make sure to not be ashamed when I take my life, my living, my present life, my thinking, my way of behaving, and I compare to the word of God. I want to make sure that when I compare it with the word of God, align with what I'm living, so that I will not be ashamed. That's a way
God expecting you and me for His words. എട്ടാം വാക്യം പറയാണ്, സങ്കീർത്തനക്കാരൻ വളരെ കൃത്യമായ ദൃഢനിശ്ചയത്തോടാണ് പറയുന്നത്, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ഒരു കാലത്തും ലജ്ജിച്ചു പോകുകയില്ല. എന്ന് പറഞ്ഞാൽ 100% ഞാൻ കൃത്യമായ നിന്റെ കൽപ്പനകളെ വാച്ച് ചെയ്യാനായിട്ടും അത് നോക്കാനായിട്ടും അതുമായിട്ട് എന്നെ താരതമ്യപ്പെടുത്തിയിട്ട് കണ്ണാടിയിൽ എന്റെ മുഖം നോക്കുന്നത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്താനും ഒക്കെ ഞാൻ തയ്യാറാകുന്ന കാലം എന്റെ ജീവിതത്തിൽ ഒരു കാലത്തും ഞാൻ ലജ്ജിച്ചു പോകാൻ സാധ്യതയില്ല. അങ്ങനെ ലജ്ജിപ്പിക്കുന്ന സംവിധാനമല്ല ദൈവജനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തിലാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. He said, as I learn your righteous regulation, I like that part. Okay. I will thank you by living as I should live. Hallelujah. അതായത് അതിന്റെ 7ാം വാക്യം, നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് നന്ദി പറയുന്ന അവസ്ഥയിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി. അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. There are some regulation that God is expecting us to live. ചില ചട്ടങ്ങൾ പ്രമാണിക്കേണ്ടതിന് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മൾ ചില ചട്ടങ്ങൾ അത് ഫോളോ ചെയ്യാനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. I will obey your decree. Please don't give up on me. Oh, hallelujah. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ പ്രമാണിക്കുന്ന കാലം എന്നെ ഒരു കാരണവശാലും ഉപേക്ഷിച്ച് കളയരുതേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. Friends, many Christian venue worship has become today too noisy, too much talk, argument, debating among the stereotype intellectual circles about scripture and the little demonstration of God's power. സ്വാഭാവികമായിട്ട് നമ്മുടെ ആരാധനകൾ എന്ന് പറയുന്നത് ശബ്ദമുഖരിതമാണ്. ഒച്ചയുണ്ട്, പാട്ടുണ്ട്, ബഹളമുണ്ട്, കുറെ നീളത്തിൽ അന്യഭാഷ പറയുന്നുണ്ട്, പാട്ടുകൾ വളരെ വലിച്ചു നീട്ടി പാടുന്നുണ്ട്, അറിയാവുന്ന കുറച്ച് വചനമൊക്കെ അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളം ഉണ്ടാക്കി പോകുന്ന അവസ്ഥയാണ് ക്രിസ്തീയ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഒച്ച മാത്രമാണുള്ളത്, മറ്റു കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. God is expecting you and me to demonstrate His word. എന്നാൽ ഈ ഒച്ചകൾക്ക് ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവവചനവുമായിട്ട് കൃത്യമായ ഒരു ബന്ധത്തിൽ പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നുണ്ട്. Not talk, സംസാരിക്കാനല്ല, not argument, അത് വാദപ്രതിവാദത്തിനുള്ളതല്ല, but the demonstration of the power of the word of God. ദൈവവചനത്തിന്റെ ശക്തി അത് പ്രതിഫലിപ്പിക്കുന്നതിലാണ് വചനമോടെ ശക്തമായി നിലകൊള്ളുന്നത്. This morning before we come to church, it was raining. ഇന്ന് രാവിലെ ഇങ്ങനെ യോഗത്തിന് വരാനായിട്ട് തയ്യാറാക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. Then I want to clean the car and I asked the wife of my friend, do you have an umbrella? She said she don't have an umbrella. I said, don't worry, if there is no umbrella, I'm going outside to stop the rain. ഞാൻ രാവിലെ പറഞ്ഞു, എനിക്ക് വെളിയിലോട്ട് ഇറങ്ങേണ്ട, വണ്ടി ഒന്ന് വൃത്തിയാക്കണം, എന്നാലേ യോഗത്തിന് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കുടയുണ്ട് എന്താന്ന് പറഞ്ഞപ്പം വീട്ടിൽ ഇരിക്കുന്ന വെളുപ്പള പറഞ്ഞു അവിടെ കുടയൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കുടയില്ല, വേണ്ട, ഞാൻ മഴ ഇപ്പൊ പ്രാർത്ഥന നിർത്താൻ പോവാന്ന് പറഞ്ഞു. I came outside and said, Rain, you see, you finish your ministry. This is my time to do my ministry and get ready to go to the house of God. Stop your activity. ഞാൻ പുറത്തോട്ട് ഇറങ്ങി പറഞ്ഞു, മഴയെ എത്ര നേരം നീയാണല്ലോ ശുശ്രൂഷിച്ചത്, ഇനി നിന്റെ ശുശ്രൂഷ നിർത്തിയേക്കോ, എനിക്ക് പള്ളിയിൽ പോയി ശുശ്രൂഷിക്കേണ്ടതായതുകൊണ്ട് മഴ നിന്നാലേ എനിക്ക് പോകാൻ എപ്പോഴുണ്ട്, പരിപാടി നിർത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മഴ നിൽക്കുകയും ചെയ്തു. The rain obeyed me and I stopped. I cleaned the car. You go outside here, you see my car is clean. കുടയില്ലാത്ത എന്റെ മുമ്പിൽ എന്റെ ഉണ്ടായിരുന്നു, വചനം മാത്രമേ ഉണ്ടായിരുന്നു. വചനത്തിൽ മഴ നിന്നു, വണ്ടി ക്ലിയർ ആക്കി, ഞാൻ വൃത്തിയാക്കി പള്ളിയിൽ വരികയും ചെയ്തു. That's what we call the demonstration of the word of God. ഞാൻ പറഞ്ഞതിന് അർത്ഥം ഇതാണ്, ദൈവവചനത്തിന്റെ പ്രവർത്തന തലത്തിലുള്ള പ്രയോഗം എങ്ങനെയാണ്. ദൈവവചനം വായിക്കാതെ തർക്കിക്കാനുള്ളതല്ല, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. God endows all of us with the power. ദൈവം നമ്മൾക്ക് ഓരോരുത്തരും ഈ ശക്തി എത്തിയിട്ടുണ്ട്. Not only the talk. Okay. The church is full with the talk only nowadays and noisy. സഭകൾ എന്ന് പറയുന്നത് ശബ്ദമുഖരിതമാണ്, ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ്. അവിടെ ശബ്ദമല്ലാതെ കൃത്യമായി ദൈവവചനത്തിന്റെ പ്രയോഗം അതിന്റെ പ്രവർത്തനത്തിൽ കാണുന്നതായിട്ട് കാണാൻ കഴിയില്ല. Too much intellectual talk only and circles. So we have to demonstrate the power. The living words and the spirit finally contemporate. Christians have across the careful warning of Jesus, the theologian Sadducees. You know, the Sadducees are hypocrite. The Bible called them hypocrite. Yes. So, വേദപുസ്തകം അറിയാവുന്ന ഒരു കാലഘട്ടത്തിലുള്ള ആളുകളാണ് സദൂസീസ് എന്ന് പറയുന്ന ആളുകൾ. അറിയാവുന്ന സദൂക്യൻ എന്ന് പറയുന്ന ആളുകൾ. പുസ്തകമൊക്കെ അറിയാം, വാക്യമൊക്കെ അറിയാം. പക്ഷെ വചനം എന്ന് പറയുന്നത് തർക്കത്തിനുള്ളതല്ലാതെ പ്രയോജനത്തിൽ കൊണ്ടുവരുവാൻ, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ അമ്മമാർക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് നമ്മൾ കുറെ വിശദമായിട്ട് പഠിച്ച കാര്യമാണ്. Show up externally, but in reality no foundation. കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെതായ വേഷഭൂഷാദികളോടെ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ വേഷഭൂഷ
വേഷഭൂഷാദികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളയൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ തള്ളിക്കയറ്റി പാറ്റിനകത്ത് കൈയും കാലും കുത്തിക്കയറ്റി ഇത് കണ്ടാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് വേദപുസ്തകം അനുസരിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിൽ കാണിക്കുന്ന മുടിവെട്ടും ഉടുപ്പിന്റെ ശൈലിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കളറിന്റെ ഉടുപ്പിന്റെ കളറൊക്കെ കണ്ടാൽ വളരെ കൃത്യമായിട്ട് വേഷഭൂഷാദികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുസ്തകത്തിനകത്ത് കൃത്യമായ ബോധ്യമില്ല. ആ വാക്യങ്ങളൊന്നും പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരുന്നുമില്ല. A child of God must develop the Shakti of God. ഒരു ദൈവ പൈതൽ എന്ന് പറയുന്ന ആള് സ്വാഭാവികമായിട്ട് ദൈവവചനത്തിന്റെ ശക്തി അനുസരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. You must be in perpetual contact with God, and whatever you say, it happen. നിങ്ങൾ ദൈവമായിട്ട് കൃത്യമായ ബന്ധത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന രീതിയിൽ ആ ബന്ധം ദൃഢമാകുന്നു. I like to amaze the pagans in these nations. When I went to collect my car, there was the first time to go and collect my car, there was a rain. All over the rain, and I come under the rain, and there is a watchman. So I tell the watchman, you know, I'm going to show you the power of God today. ഞാൻ എന്റെ വണ്ടി എടുക്കാനായിട്ട് തീരുമാനിച്ച ദിവസം, വണ്ടി റെഡിയായ ദിവസം എടുക്കാൻ പോവുകയാണ്. എടുക്കാൻ പോയാൽ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് അന്ന് മഴ പെയ്തോണ്ടി, മഴ വല്ലാത്തൊരു പരിപാടിയാണ്, മഴ അന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ വണ്ടി എടുക്കാൻ അങ്ങോട്ട് ചെല്ലുന്നു. വാച്ച്മാൻ നോക്കിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് കയറി, ഞാൻ പറഞ്ഞിടാവേ ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്നുള്ളത് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. I'm going back home to bring my family for the celebration ceremony of collecting my car. But I raise my hand, I say, Ren, stop your activity. When I come back in this place, every place must be dry and there must be a sunny. That's my declarations. ഞാൻ അവിടെ നിന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വേണം, വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോഴുള്ള സെലിബ്രേഷൻ ഉണ്ട്. വണ്ടിയെ വീട്ടുകാരുമായിട്ട് ചേർന്ന് എടുത്തോണ്ട് വീട്ടിൽ പോകണം, പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞ കാര്യത്തിനുള്ളൂ, അന്ന് മഴ പെയ്യാണ്. ഈ മഴയെ കൊണ്ട് ശല്യം സഹിക്കോ വരിക. അപ്പൊ മഴയോട് പറഞ്ഞ കാര്യം, മഴയെ പരിപാടി നിർത്തിക്കോ. ഞാൻ വീട്ടിൽ നിന്ന് ആളുകളെയും കൊണ്ട് വരുമ്പം മഴ ഇവിടെ കാണരുത്, ആകാശം എന്തിരിക്കണം, വൃത്തിയായിട്ടിരിക്കണം, കൂടാതെ സൂര്യനും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. The security man was laughing. That will not happen. അവിടെ എന്താണ് സെക്യൂരിറ്റിക്കാരൻ ഇങ്ങനെ പൊട്ടം ചിരിക്കുന്ന പോലെ ചിരിക്കുകയും ചെയ്തു. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യം, മഴയൊന്നും നിൽക്കത്തില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. I said, don't worry. ഞാൻ പറഞ്ഞു, അത് ഭാരപ്പെടണ്ട. You will see today if I serve God or I serve idol. Wait and see. ഞാൻ സേവിക്കുന്നത് ദൈവത്തെയാണോ അതോ ബിംബത്തെയാണോ ഇപ്പൊ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തു. I went under the rain. ഞാൻ മഴയ്ക്ക് കീഴിലാണ് ഞാൻ പോയത്. My wife was worried. How is this ceremony with rain? I say. വീട്ടിൽ ചെന്നപ്പോ എല്ലാവരുടെയും പെണ്ണുങ്ങളെ പോലെ എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞു, മഴ പോക്ക് നടക്കത്തില്ല, വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാ തുറക്കല്ലേ, മിണ്ടല്ലേ, ഒരു അക്ഷരം മിണ്ടല്ലെന്ന് പറഞ്ഞു. I give command to the rain. ഞാൻ മഴയോട് പറഞ്ഞിട്ടാണ് വന്നേക്കെന്ന് പറഞ്ഞു. As usual, the rain will stop. കൃത്യമായ don't worry, get ready. മഴ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞു. ഒരുങ്ങാനോട് അവരോട് ആവശ്യപ്പെട്ടു. We went back. It is sunny. നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ മഴ നിന്നു, സൂര്യൻ പ്രകാശിക്കുന്നുണ്ടായി. I didn't say anything. I passed by that security guy. ഞാൻ സെക്യൂരിറ്റി മുമ്പിൽ കൂടിയാണ് അകത്തോട് നടന്നു പോയത്. Hey sir. What? ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല. സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു, സാറേ ഇങ്ങോട്ട് വരിക, സാറേ ഇങ്ങോട്ട് വരിക, നോക്കുക ആകാശത്തേക്ക്. There's no rain. മഴയില്ല. There is sun. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നു. I said, are you surprised? ഞാൻ ചോദിച്ചു, നിനക്ക് ആശ്ചര്യമുണ്ടോ ഇപ്പോൾ? I'm not surprised. ഞാനതിൽ ആശ്ചര്യപ്പെടുന്നില്ല. Because I'm child of God. കാരണം ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. And I talk to rain, I talk to sun also, and obey me. ഞാൻ സൂര്യനോട് പറഞ്ഞാലും അത് മഴയോട് പറഞ്ഞാലും അത് അനുസരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. Nothing surprises me. ഇതൊന്നും എന്നെ ഇതിൽ ആശ്ചര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. I give praise to him. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. We must, children of God, develop the power of God. ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ, നമ്മുടെ ചിന്തകളിൽ കൂടെ, ആക്ടിവിറ്റീസിൽ കൂടെ ദൈവവചനത്തിന്റെ ശക്തി ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. Jesus said to Pharisees, you know neither the scripture nor that the power of God. The God word is a manifestation of God power, character, spirit. That is a power, the manifestation of power of God. So basically ദൈവശക്തിയുടെ ഇടപാട് എന്ന് പറയുന്നത് അതിന്റെ പ്രകടനത്തിലാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കൃത്യമായി ദൈവജനം അതിന്റെ ശക്തിയിൽ ഇടപെടുമ്പോഴാണ് സംഭവിക്കുന്നത്. A king word are not merry talker. They always carry power, life and death. A such God word is never given for the persuasive argument or merry intellectual talk. The word of God is not about the discussion and elegance and rumbling. It is not a dead scroll or another piece of literature to study.
together some more information. No. The word of God is more than that one. ബേസിക്കലി ഒരു രാജാവിന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഒരു വീട്ടിൽ അടുക്കള ആൾക്കാർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് പറയുന്ന വാക്കിന് ശക്തിയുണ്ട്. Yes. സോ രാജാവിന്റെ വാക്ക് അത്രയും ശക്തിയുള്ളതാണെങ്കിൽ സ്വാഭാവികമായി ദൈവത്തിന്റെ വാക്ക് എന്ന് പറയുന്നത് അതിനേക്കാൾ ശക്തിയുള്ളതാണ്. ഒരു ദൈവ വചനം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഭരിക്കുന്ന രാജകീയ സംവിധാനങ്ങളിലൊക്കെ മുകളിൽ നിൽക്കുന്ന ശക്തമായ സംവിധാനമാണ് ദൈവവചനം എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കുന്നത്. Hallelujah. Amen. The word of God is a living creation, restoring life, rebuilding the reality out of nothing. ദൈവവചനം എന്ന് പറയുന്നത് അത് ജീവിപ്പിക്കുന്നതാണ്, പുതുക്കി പണിയുന്നതാണ്, ഇല്ലായ്മകളിൽ നിന്ന് ചിലതിനെ ഉരുവാക്കുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. The word of God is intrinsically related to God, power and a spirit. They are mingled. The word of God is mingled with God and His Spirit. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തോടും ദൈവത്തിന്റെ ആത്മാവിനോടും കൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് സ്വാഭാവികമായും. If one know the words, one know the power behind it. The power behind the word is the Holy Spirit. If we don't know the Holy Spirit, we can never know the word. ദൈവവചനം എന്ന് പറയുന്നതിന് പുറകിൽ ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്. സ്വാഭാവികമായിട്ട് ദൈവവചനത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ദൈവത്തിന്റെ ശക്തി ചെയ്യുന്നത്, ദൈവവചനത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. Let alone the God power. When we do not know the Spirit, we read the Bible, but the Bible is not reading also. സോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കാൻ പറ്റും, എന്നാൽ വേദപുസ്തകം നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ നിങ്ങൾ പുസ്തകം വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പുസ്തകം മനസ്സിലാകുന്നുണ്ടാകും, എന്നാൽ ദൈവം നിങ്ങളെ ഒരു കാരണവശാലും തിരിച്ചറിയുന്നില്ല. സ്വാഭാവികമായിട്ട് ദൈവനത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടെ അത്യന്താപേക്ഷിതമാണെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. We all read the word of God. നാം വേദപുസ്തകം വായിക്കുന്നുണ്ട്. That is wonderful. അത് നല്ലത് തന്നെയാണ്. But does the word of God read us as well? നിങ്ങൾ ദൈവവചനം വായിക്കുന്ന പോലെ ദൈവവചനം തിരിച്ചു നിങ്ങളെ വായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവവചനം നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Are we display the word of God? Okay, go ahead. Are we living the word of God? Are we show to the pagans that I have a God that's more powerful than you? ദൈവവചനം വായിക്കുക എന്നുള്ളവരെയായിട്ട് ദൈവവചനം മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും നമ്മളെ നിരീക്ഷിക്കുന്ന പുറംജാതികളെ ആളുകൾക്ക് ദൈവവചനത്തിന്റെ ശക്തി പ്രകടമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. People have to believe. ജനം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. Some years back when I was doing ministry in Kottarakara, കൊട്ടാരക്കരയിൽ ഞാൻ ഒരു സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ there was a rain everywhere. സകലയിടത്തും മഴയായിരുന്നു. Everybody is ready to run. എല്ലാ ആളുകളും ഓടി. മഴ ഒരു വല്ലാത്ത വിഷയമാണ്. സകലമായ ആളുകൾ ഓടാൻ തീരുമാനിക്കുകയാണ്. And I sit down as a guest speaker. ഞാൻ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് പ്രസംഗിക്കാൻ ഞാൻ കസേരയിൽ ഇരിക്കുകയാണ്. And the people start to move. You know how Malayali. മല്ലുവിനെ കലാകലാന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുകയാണ്. I just come out because it's not my time to preach. But the Spirit of God pushed me, I came out. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും പ്രസംഗിക്കാൻ സമയമായിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ അവസരിക്കും മല്ലു എല്ലാം കൂടെ ഗുണഗുണ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാം. ഓക്കെ, ഐ ഗോട്ട് മിനിസ്റ്റർ നൗ. ഞാനിപ്പോ മിനിസ്റ്റർ ചെയ്തില്ല, നടക്കത്തില്ല എന്ന് മനസ്സിലായി. ഞാൻ ഉടനെ എഴുതി പറഞ്ഞ സഹോദര പൈക്ക് ഞാൻ രണ്ട് കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. I said, listen to me. ഞാൻ പ്രസംഗത്തിന് മുമ്പേ പ്രസംഗിച്ചു തുടങ്ങി. Everybody sit down. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒതുങ്ങി ഇരിടാന്ന് പറഞ്ഞു. You come for God's word. Okay. Don't move. I tell you according to my word, there shall never be rain. No one is going to be wet in this place until I finished what God sent me. According to my word, there shall never be rain. Rain will be other part of Kottarakara, but on this place there shall never be rain. ഞാൻ പറഞ്ഞ കാര്യത്തിലൂടെ അവിടെ കിടന്ന് കുണുകുണു വർത്താനം പറയാതെ ഇരിയുടെ അവിടെ ഈ പ്രസംഗം തീരുന്നിടത്തോളം കാലം, ഈ യോഗം കഴിയുന്നിടത്തോളം സമയം വരെ മഴ ഇവിടെ പെയ്യത്തില്ല, ഇതിന് ചുറ്റും പെയ്യുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന ദൈവവചനം കേൾക്കാനാണ്, മഴ കാണാനല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കാരണവശാലും മഴ നമ്മൾ ഇരിക്കുന്ന ടെറിട്ടറിയിൽ അടിക്കത്തില്ല എന്ന് ഞാൻ ദൈവനാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. I finish. ഞാൻ അവസാനിപ്പിച്ചു. I give the mic and I want to sit down because not my time for preaching. എന്റെ സമയം പ്രസംഗിക്കാനുള്ള സമയമായിട്ടില്ലാത്തതുകൊണ്ട് മൈക്ക് തിരിച്ചു കൊടുത്ത് ഞാൻ everybody look each other. This African what is talking about? അവരെല്ലാം കൂടെ രണ്ടുകൂടെ ആഫ്രിക്കന്മാർ വർത്താനം പറയുന്നത് ചോദിച്ചു. In July. Oh no, that's not possible. ജൂലൈ മാസത്തിൽ മഴ നിൽക്കണം. Okay, I sit down. എല്ലാവരും വന്നാലും ശരി. Our God is amazing. നമ്മുടെ ദൈവം വളരെ അത്ഭുതവാനായ ദൈവമാണ്. When you know the word of God, നിങ്ങൾക്ക് വചനം അറിയാവുമ്പോൾ word of God walk you.
and you walk the word of God, Okay. there is nothing will scare you. ദൈവവചനം നിങ്ങൾക്ക് ദൈവവചനത്തെ അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഭയപ്പെടുന്നതായിട്ട് ഒന്നുമില്ല ഭൂമി. God send the wind and blow the cloud far away from where we are doing the program. നിമിഷങ്ങൾക്കകം ഒരു ശക്തമായ കാറ്റടിക്കുകയും കാർമേഘ കൂട്ടത്തെ ആ പ്രദേശത്ത് നിന്ന് നീക്കുകയും ഉണ്ടായി. Not drop of the rain. ഒരു ചെറിയ തുള്ളി പോലും ഉണ്ടായില്ല. Nothing. ഒന്നും സംഭവിച്ചില്ല. But behind the places there is rain. അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്യുകയും ചെയ്തു. There was one swimming. Okay. Opposite, he saw the action and get shocked. After the service, he come and say to the pastor, I want to meet that guy. അത് Man of God. Okay. മഴയുടെ ഈ സീനെല്ലാം കണ്ടുകൊണ്ടിരുന്ന അവിടെ ഒരു സ്വാമിയാരുണ്ടായിരുന്നു. സ്വാമിയാർ വന്ന് പറഞ്ഞു, I want him to give me his satya. പാസ്റ്റർ, എനിക്ക് The satya that I need on my head. അങ്ങനെ പ്രസംഗിക്കുന്ന പുള്ളിയെ കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയും അവിടെ നിൽക്കുന്ന പാസ്റ്ററോട് പറയുകയും പാസ്റ്ററോട് ഇത്ര എന്താണ് പറഞ്ഞത്? Everybody tell me, oh, pastor. Let me finish. Yeah, okay. So, okay, I got to preach now. Yes, sir. So, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് സാമ്യര് വന്ന് പറയുകയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ദേവദാസൻ എന്നെ പരിചയപ്പെടുത്തുകയും ഈ പ്രത്യേക ശക്തി കിട്ടാനായിട്ട് എന്റെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമെന്നൊക്കെ ചോദിച്ച സന്ദർഭം വരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കൂട്ടാരക്കറിയും. Then I tell the pastor, no, don't let him come. പാസ്റ്ററോട് ഞാൻ അദ്ദേഹത്തെ അകത്തോട്ട് വരാൻ Pastor പറഞ്ഞു. say, no, he's a wicked. He doesn't like us. അദ്ദേഹത്തിന് നമ്മളെ ഇഷ്ടമില്ലാത്തതാണ്. I said, man of God, this is occasion for him to confuse him. Because he doesn't see nothing in you as a man of God. Okay. But he see another man of God from outside proclaim the word of God, proclaim the same Jesus we are preaching in this place, and then stop. Okay. He want to meet me. Let him meet me because he's going to meet God. Let me preach now. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിവാസം പറയുന്നതേ ഉള്ളൂ, ഇങ്ങോട്ട് ഇപ്പൊ കയറണ്ടായി, ഇയാൾ ശരിയല്ല, ഇയാൾ നമ്മുടെ അടുത്ത് വലിയ രസത്തിലൊന്നുമല്ല, സാധാരണ അങ്ങനെയാണല്ലോ, ഇങ്ങോട്ട് കയറ്റി വിടണ്ടെന്ന് പറയും. ഇപ്പം ദേവദാസൻ ഞാൻ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ, അദ്ദേഹത്തെ കയറ്റി വിടണം. കാരണം നിങ്ങളോട് 15 വർഷമായിട്ട് ഭാഷ എന്ന് പറഞ്ഞ് കൊടുക്കും തയ്പ്പിച്ചിട്ട് നടക്കുവാണ്. നിങ്ങൾ ഈ പറഞ്ഞ വാക്കൊന്നും നടക്കാത്തത് കൊണ്ടാണ് അയാൾ നിങ്ങളെ മൈൻഡ് ചെയ്യാനത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പറഞ്ഞ കാര്യങ്ങൾ നടപ്പിൽ വന്നതുകൊണ്ട് ദൈവവചനം ശക്തമായിട്ട് അതിന്റെ രീതിയിൽ പ്രവർത്തി ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് അദ്ദേഹം വരാൻ തീരുമാനിച്ചത്. അദ്ദേഹം വരട്ടെ, അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് പറയുക, അങ്ങനെ മനുഷ്യനകത്ത് കടത്തി വിടുകയും ചെയ്തു. ഓക്കെ. I share the word of God with him. ഞാൻ അദ്ദേഹവുമായി ദൈവവചനം സംസാരിച്ചു. I pray with him. അദ്ദേഹവുമായി ചേർന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. And he was very amazed. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോയത്. Friends, it's not difficult to reach paganism. We're going to finish, don't worry. Okay. Just introduction. Okay. Next Sunday, if I'm still alive, I will continue. ഓക്കെ. ഈ ആഴ്ച ഞാനിത് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത ആഴ്ച സമയം പോലെ നമ്മൾ തുറന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സമയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. I preach this message mostly to the students and to the conventions. Okay. When I will take 2 hours, I talk and talk. 2 long. മണിക്കൂറോളം സംസാരിക്കാനായിട്ട് വേദി ഉള്ളിടത്താണ് കൃത്യമായി ഈ സന്ദേശം ഞാൻ സാധാരണ പ്രസംഗിക്കാറ്. സമയമെടുത്താണ് ഈ സന്ദേശം അവതരിപ്പിക്കുക. But the most important part, the word of God that you have in your hand is not a simple things. Okay. He carry the power. ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം എന്ന് പറയുന്ന ഒരു ലഘുവായ സംവിധാനമല്ല, അതിന് ശക്തിയുണ്ട്. The honor of it, the person behind this word, Okay. is capable to do something that you have never imagined. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാലത്തും പ്രതീക്ഷിക്കാത്തത്, ചിന്തിക്കാത്തത്, നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിന് വാക്കുകൾ കഴിയും. കാരണം അതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. I tell people always, if you understand God, you must be crazy. നിങ്ങൾ ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് ഞാൻ ആളുകളോട് പറയാറുണ്ട്. Because God does crazy things. ദൈവം അത്രയും ഭ്രാന്തമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയും നിരക്കാത്ത രീതിയിലാണ് ദൈവം കാര്യങ്ങൾ He ചെയ്യുന്നത്. is my brother. എന്റെ സഹോദരനാണ് കൂടുതൽ നിൽക്കുന്ന ആള്. Some 19 years back when I arrived in Mumbai, I think so. Yeah. I call him. Okay. ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഈ ദേവദാസനെ വിളിച്ചു. I say I'm in Mumbai. Okay. He say you are very far from Kerala. എന്നോട് ഞാൻ ഇദ്ദേഹം എന്നെ വിളിക്കുകയും ഞാൻ തന്നെ കഥ പറഞ്ഞേക്കാം. ബോംബെന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ബോംബെ എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിൽ ഒരുപാട് ദൂരെയാണെന്ന് ഞാൻ പറഞ്ഞു. In those days the plane is very expensive. Local is very expensive. Okay, fine. So then I told him I have only $100 in my pocket. He said change it. Okay. And get the bus from there to Kochi. Yes.
I will meet you there. $100 ഉള്ളൂ എന്റെ കയ്യിൽ. അന്ന് സ്വാഭാവികമായിട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സുകൾ വളരെ എക്സ്പെൻസീവ് ആയ സമയമാണ്. അപ്പൊ അതുകൊണ്ട് $100 അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, യാത്ര ചെയ്ത് കൊച്ചിയിൽ വരാൻ പറ്റില്ല. അന്ന് അങ്ങനെയായിരുന്നു ഇന്ത്യയുടെ എന്താ പറയുക ഫ്ലൈറ്റിന്റെ ചാർജുകൾ. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് $100 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് വിൽക്കുക, അത് ആ പൈസ മാറ്റിയിട്ട് ബസ് കയറി എന്ത് ചെയ്യുക, അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ബസ് പിടിക്കുക, ബോംബെയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് ഇറങ്ങാൻ ദൈവദാസനോട് പറഞ്ഞു. I didn't give him too much details. ഓക്കെ, ഞാൻ വളരെ വിശദമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. But when I left my church, I was leading big churches. Yeah, people say, if you are going to India, we will never support you even one paisa. ഞാൻ ആഫ്രിക്കയിലുണ്ടായിരുന്ന സഭ വിട്ടിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആഫ്രിക്കയിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ ഇന്ത്യയിലേക്ക് ആവുകയാണെങ്കിൽ ഒരു നയാ പൈസ നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. അതുകൊണ്ട് പിന്നെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. You go on your own. സന്തോഷമായിട്ട് പൊക്കോളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. God told me, ദൈവനോട് പറഞ്ഞു, I will provide for your need. ഞാൻ നിന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യും, പരിഗണിക്കും, ഞാൻ നിനക്ക് ആവശ്യങ്ങൾ നടത്തി തരുമെന്ന് ദൈവനോട്. The little one you have, trust me, go to India. കയ്യിലുള്ള ചെറിയ തുക കൊണ്ടാണെങ്കിൽ പോവുക ഇന്ത്യയിലേക്ക്. ദൈവം അങ്ങനെ ഒരു വാക്കിലാണ് എന്നെ ഇന്ത്യയിലേക്ക് അയച്ചത്. I will settle you in India. നിന്നെ ഇന്ത്യയിൽ ഞാൻ ഉറപ്പിക്കുമെന്ന് ദൈവനോട് സംസാരിച്ചു. You will have family. നിനക്ക് ഭവനമുണ്ടാകും. You can do tremendous things. നിനക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ കഴിയുമെന്ന് ദൈവനോട് പറഞ്ഞു. I am a crazy person. ഞാനൊരു ഭ്രാന്തമായ അഭിനിവേശം. When I met him for the first time, I tell you, you know what? I have one thing. I want to marry. He was laughing. എന്നെ ദേവാസനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, എനിക്ക് ഇവിടുന്ന് കല്യാണം കഴിക്കണം പറഞ്ഞു. സ്വാഭാവികമായിട്ട് get a girl for me here. Okay. Yeah, so it's very laugh stock. Mama is laughing. Yeah. They try here, they try here, they try here, they try here. ഒരുപാട് തിരിച്ച് നടക്കത്തില്ല എന്ന് പറഞ്ഞു. But God make a way for me. ദൈവം എന്നാൽ വഴി കണ്ടെത്തി. In a spectacular way. Okay. വളരെ അത്ഭുതകരമായ അവസ്ഥയിൽ. Why we engage with another, we are trying to engage with another one. God tell me will never walk, and it have never walked. ഒരു കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് അത് ഇളകിപ്പോയി. കൊട്ടാരക്കരയിൽ I don't forget things. It's here in my memory. Better not to forget. കൊട്ടാരക്കരയിൽ ആ സംഭവം എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കല്യാണം വന്നപ്പോഴത്തേക്ക് അത് ചളമായി പോയി. Why are you still in Kotorakara? God say, I have second chance for you. Don't worry. ദൈവം നീ എന്തിനാ കൊട്ടാരക്കര കിടന്ന് ഓർമ്മ പറഞ്ഞാൽ നിനക്ക് ഒരു പുതിയ സ്ഥലം നിനക്ക് കാണിക്കാൻ പോകുന്നു പറഞ്ഞാൽ അങ്ങനെ പുതിയ സ്ഥലത്തേക്ക്. A call come from Shorno. ഷൊർണൂരിൽ ഒരു കോൾ വന്നു. Hello sir, are you Pastor Timothy? I say yes. Do you know Grandma Clara? I say which Clara? I say the grand lady that speak good English. I say yeah, I remember in Shorno. Yeah. ഷൊർണൂരിൽ കോള് വന്നു. ഇവിടെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ക്ലാര എന്ന് പറയുന്ന വല്യമ്മ അറിയാമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന വല്യമ്മ ക്ലാരയെ എനിക്ക് അറിയാമായിരുന്നു പോയിട്ടുള്ളത് കൊണ്ട്. He got a girl for you in Kannur. കണ്ണൂരിൽ ക്ലാര എന്ന് പറയുന്ന സ്ത്രീ കണ്ണൂരിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. If you are willing, come on Saturday and Sunday. They will present the girl for you. ശനിയാഴ്ച നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കണ്ണൂരിൽ ആ പെൺകുട്ടിയെ കാണാമെന്നും എന്നോട്. I heard from the Lord. Okay. This is a way I want you to have a girl. Go for it. Okay. ദൈവാത്മാവിനോട് സംസാരിച്ചു. നീ ഈ പറയുന്ന കാര്യങ്ങളാണ് ദൈവം നിനക്ക് ചെയ്യാനുള്ളത്, ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. അങ്ങനെ ഞാനത് പ്രകാരം പോയിട്ട് I didn't doubt it. ഞാനത് travel from Kotarakara to Kochi, from Kochi whole night. I traveled down to Kannur. കൊട്ടാരക്കരയിൽ നിന്ന് കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് കണ്ണൂർ പോയി. On Sunday, ഞായറാഴ്ച they brought the girl for just 3 minutes. 3 മിനിറ്റ് സമയത്തേക്ക് ആ പെൺകുട്ടിയെ ഞാൻ കണ്ടു. They asked her to leave and they asked me, what do you think? 3 മിനിറ്റ് നേരം കണ്ടപ്പോഴത്തേക്ക് ചോദിച്ചു, കൊണ്ടിട്ട് പറഞ്ഞു പെൺകുട്ടിയോട് പൊക്കോളാൻ പറഞ്ഞിട്ട് ചോദിച്ചു, നിനക്ക് എന്തോ നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു. What do you think? നീ എന്താണ് ചിന്തിക്കുന്നത്? That's one of the greatest decision in my life. ജീവിതത്തിൽ ഇത്രയും കഠിനമായ തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. കാരണം ആഫ്രിക്കയിൽ 30 വർഷം ജീവിച്ചിട്ടാണ് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. 3 minutes. ഇവിടെ 3 മിനിറ്റ് നടക്കുമോ? And they asked me to say yes or no. വേണോ വേണ്ടോ ഇപ്പൊ പറയണോ? I told the pastor. പാസ്റ്ററോട് പറഞ്ഞു, this is one of the greatest decision in my life. Go ahead. I wouldn't say yes, I wouldn't say no. Give me 3 days, I will talk to my God. ഞാൻ ഇതിനെ 3 മിനിറ്റ് കൊണ്ട് മറുപടി പറയാൻ ഒക്കത്തില്ല. ഞാൻ ദൈവത്തോട് സംസാരിക്കട്ടെ. ഒരു 3 ദിവസം കഴിഞ്ഞ് മറുപടി പറയാമെന്ന് പറഞ്ഞു. But tell me a bit about the girl. Okay, കുറച്ച് വിവരങ്ങൾ പെൺകുട്ടിയെ കുറിച്ച് പറയാൻ പറഞ്ഞു. He brought his health issue, blah, 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 blah. I say okay, I like those kind of challenge. Okay. I will take care of her. So that പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു know that there is power of God. പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞതോടുകൂടെ അതിനകത്ത് ദൈവം കുട്ടിയുമായി ബന്ധപ്പെട്ട കുറെ അസുഖങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അസുഖമൊക്കെ അവിടെ ഇരിക്കട്ടെ. I'm going back to Kochi. കൊച്ചിയിലേക്ക് മടങ്ങി പോയി. After 3 days, I'm going to call you. 3 ദിവസത്തിന് ശേഷം മടങ്ങി ഞാൻ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു. And you know my decision.
ഞാൻ അപ്പോൾ എന്റെ തീരുമാനം അറിയിക്കാമെന്നും പറഞ്ഞു. I went to Kochi. കൊച്ചിയിൽ പോയി. I said to a few friends of mine ഓക്കെ, that I find a girl who I want to come with me to Kannur for wedding. No one. ഓക്കെ. കൊച്ചിയിലുള്ള അണ്ണന്മാരോട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ് കണ്ണൂർക്ക്, എത്ര പേര് എന്റെ കൂടെ വരുന്നു പറഞ്ഞു. സന്തോഷമായതുകൊണ്ട് ഒറ്റ ഒരു എന്റെ കൂടെ It's വന്നില്ല. a very difficult, man of God. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. Interracial wedding is very difficult. Yeah, go ahead. Yeah. So we don't think that's going to work out, man of God. രണ്ട് രാജ്യങ്ങൾ, അതുകൂടാതെ രണ്ട് എന്താണ് രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള കല്യാണമായതുകൊണ്ട് തന്നെ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് അറിയിച്ചത്. Forget about Indian girl. ഇന്ത്യൻ പെൺകുട്ടികളെ കുറിച്ച് അങ്ങ് മറന്നു കളയുക. Go to Europe. യൂറോപ്പിൽ പോവുക. Go to Australia, America and get girl over there. Indian, forget it. It's not going to work. ഇന്ത്യയിൽ നിന്നുള്ളത് ഒഴിവാക്കിയിട്ട് വേറെ എങ്ങോട്ടൊക്കെ പോയി വേറെ എങ്ങനെയൊക്കെ പോയി കിട്ടുമെങ്കിൽ പെൺകുട്ടികളെ I was disappointed. ഞാൻ നിരാശനായി. ഒരു പക്ഷേ Very disappointed with the Christians. ഓക്കെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ആളുകൾ അങ്ങനെയാണ് നിരാശപ്പെടുത്തിയത്. When people come to know that I want to get married, I stay in the guest house. You remember? Yeah, yes, go. In the life of Christ, something like that. Yes, something like that. When they know that I'm going to get married, you know what they do? The next day, when I give testimony, they say, here, Goodbye. there's many of your money. Baba, get out from this place. ഞാൻ ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ക്രൈസ്റ്റ് സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല. ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ ഇരുന്നിട്ട് വളരെ ആഹ്ലാദഭരിതനായിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഞാനൊരു പെണ്ണ് കണ്ടു, ദൈവനോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ പെണ്ണ് കെട്ടിക്കാന്ന് പറഞ്ഞിരുന്നു. ഒരു പെണ്ണ് കണ്ടു, ഞാൻ പോയി കണ്ടിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊരു വാക്ക് പറഞ്ഞു. അപ്പം പ്രസ്ഥാനക്കാരൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, നാളെ ഇവിടുന്ന് Thank God. God tell me I will give you a shelter. Don't worry. Okay. Don't worry. ദൈവം പറഞ്ഞു നീ അങ്ങനെ ഓടണ്ട, Via him, somebody received me. സ്റ്റാൻലിയെ കൂടാതെ വേറെ ചിലർ എന്നെ സ്വീകരിച്ചു. And I tell that person, God is going to change your life because I come to your house. ഞാൻ നിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ദൈവം നിന്റെ അവസ്ഥ മാറ്റുമെന്ന് അവനോട് കൂടെ എനിക്ക് സംസാരിക്കേണ്ടി You വന്നു. have never went outside of India. Because of my presence in your house, God will open door for you to go out abroad. നീ ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് പോകാത്ത ഒരാളാണ്. ദൈവപുരുഷനായ എന്നെ നിന്റെ വീട്ടിൽ സ്വീകരിച്ച ഇന്ന് തൊട്ട് ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നിന്നെ വിദേശത്തേക്ക് ദൈവത്തിന് കൊണ്ടുപോകാൻ പദ്ധതി ഉണ്ടെന്നും കൂടെ ഞാൻ അവിടെ You സംസാരിക്കും. have never taken long and start to travel here and travel. Okay, go ahead. And God settled me. ദൈവം അവിടെ എന്നെ ഉറപ്പിച്ചു. Friends, let me tell you before I close, next Sunday I'm going to make fire here. Next Sunday no testimony, so that I have a 45 minutes to preach. അടുത്ത ആഴ്ച ഒറ്റ ആൾക്കും സാക്ഷ്യമില്ല. Testimony take a lot of time. അടുത്ത ആഴ്ച തീർന്നു. Give your testimony when I am outside. When I'm outside of India, you can give your testimony. Okay. Because testimony take law is a preaching time. ഈ സാക്ഷ്യം പറയാന്ന് പറഞ്ഞ സാധനം സംസാരിച്ച് സമയം കളയാന്നുള്ളതാണ്. Yeah, testimony is too long sometimes. Yeah, It must be short. Go ahead. Yeah. So, what is important? I want to build your faith. നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. When I was child, 7 years, I tell people when I grow up, I will go to India and get married. ഞാൻ ഇപ്പോഴേ തുടങ്ങി 7 വയസ്സിൽ ഞാൻ എന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞിട്ടാ ഞാൻ വളർന്നു വലുതാകുമ്പോൾ ഇന്ത്യയിൽ പോകും, പെണ്ണ് കിട്ടും ഞാൻ പറഞ്ഞു. Everybody mock at me. എന്നെ എല്ലാവരും കളിയാക്കാൻ ഉണ്ടായത്. They laugh at me. അവരെ എന്നെ പരിഹസിച്ചു. It's not possible. നടക്കത്തില്ല. That is a daydream. അത് ഇങ്ങനെ പകൽക്കിനാവാണ്. That's a childhood because you are watching the indie movie. That's why it's tormenting you. അതിന് കാരണം അത്രേ ഉള്ളൂ. കൃത്യമായ കാര്യമല്ല. അത് ഇദ്ദേഹത്തെ മാത്രമല്ല, ആഫ്രിക്കയിലുള്ള 89% 90% ആൾക്കാരും സ്വപ്നം ചെയ്താണ്. കാരണം ഇവിടെ ബോളിവുഡ് സിനിമകളെല്ലാം അവിടെ ഓടുന്നുണ്ട്. അപ്പൊ ഈ പാട്ടും സിനിമയിലും ഇവിടെ എല്ലാം പെണ്ണുങ്ങളെ കെട്ടിയ പാട്ട് വിചാരിച്ചേക്കുന്നത്. പക്ഷെ സത്യം പെണ്ണ് കെട്ടിയാന്നോടെ പാട്ട് പോകുക എന്നുള്ളവരെ അറിയുന്നില്ല. Not matter of movie. It's reality. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. They do everything. They try me with the girl, family, bring this girl. This orphanage, in an orphanage where I was working, there's a lot of European, French, British, American, beautiful one. When I was with Youth Mission, all type of girl, I said, no way. യൂത്ത് വിത്ത് മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ചിന്തിക്കാവുന്ന ഒരു സംഘടനയാണത്. അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ഓർഫനേജുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരുപാട് വിദേശികളൊക്കെ വന്നു പോയിട്ടുണ്ട്. യൂറോപ്യൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, അങ്ങനെ പല രാജ്യത്തും ആളുകൾ വന്നിട്ടുണ്ട്. കാണാൻ കൊള്ളാത്ത പെൺപിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഇന്ത്യയിൽ നിന്ന് കല്യാണം കഴിക്കാന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. I say one day I will go to India and marry an Indian girl and settle. ഞാൻ ഒരു കാരണവശാൽ ഇവരെ ആരെയും കല്യാണം കഴിക്കത്തില്ല. ഇന്ത്യയിൽ പോകും, ഒരു കുട്ടിയെ കാണും, കല്യാണം കഴിക്കും, അവിടെ It didn't happen. It happened. സംഭവിച്ചില്ലേ? സംഭവിച്ചു. It happened. സംഭവിച്ചു. Because I believe what God told me. കാരണം ദൈവം പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിച്ചു. God started to speak to me when I was 7 years old. വളരെ ചെറുപ്രായത്തിൽ തന്നെ ദൈവം എന്നോട് സംസാരിക്കുന്നു. ദൈവം സംസാരിച്ച് ഞാൻ വിശ്വസിച്ചു. ദൈവം സംസാരിച്ചു. ദൈവം കാര്യങ്ങൾ ചെയ്തു, ഉറപ്പിച്ചു തന്നു.
God have done crazy things with me. ഓക്കെ, ദൈവം ഇങ്ങനെയുള്ള വളരെ ഭ്രാന്തമെന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ദൈവം I will finish ചെയ്തിട്ടുണ്ട്. in few minutes. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്നു. Sometime God asked me, go to airport, I have ticket for you. ചില സമയത്ത് എയർപോർട്ടിൽ പോകാൻ എനിക്ക് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ I say, ticket? ടിക്കറ്റ് നടക്കുമോ? Are you sure? ഉറപ്പാണോ? Yes. ഉറപ്പാണ്. Take your suitcase and go. പെട്ടി പൂട്ടുക, നേരെ എയർപോർട്ടിൽ ചെല്ലുക. Then after what can I do? ചെന്നാൽ എന്ത് സംഭവിക്കും? Stand there. അവിടെ നിൽക്കുക. Somebody is bringing ticket for you. ആരെങ്കിലും നിനക്ക് ടിക്കറ്റ് കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Somebody will come and give me ticket with my name complete. And before I say thank you, the person is gone. രസകരമായ കാര്യം, അങ്ങനെ ദൈവവാക്ക് കേട്ട് എയർപോർട്ടിൽ ചെന്ന സമയത്ത് കൃത്യമായി എന്റെ പേര് ടിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. I flew like that. Crazy flying. അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. I go and do what God asked me. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. You must be crazy to understand God. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഭ്രാന്തമായ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. One day there was one lady with a long stomach like this. He came for my crusade. Long stomach like this. ഓക്കെ, എന്റെ ഒരു ക്രൂസൈഡിൽ ഇതുപോലെ വലിയ വയറുമായിട്ടുള്ള ഒരു പെണ്ണുമ്പിള്ള Why I'm preaching on the pulpit that is high like this? My bishop, is it a man or woman? Woman. ഓക്കെ, വുമൻ. ഓക്കെ, ഒരു പെണ്ണുമ്പിള്ള വലിയ വയറും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് എന്റെ ഓഫീസിൽ like വന്നു. this. And God tell me, go down there, punch that to me. Go down. Okay. Why I was preaching like this on the pulpit with the translator? God tell me, go down, punch that stomach. Wah! I said, God, you are not seeing this guy? He said, no, I know that there is guys. Okay. I tell you, go down and punch. ഓക്കെ, രസകരമായ കാര്യമാണ്. ഇന്നില്ല ശുശ്രൂഷ, പണ്ടത്തെ നടന്ന കാര്യമായി പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പറയുന്നത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കില്ലേ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞു, ഈ വയറും വെക്കി പിടിച്ചോണ്ട് ഈ പെണ്ണുമ്പള താഴെ നിൽപ്പുണ്ട്, പ്രസംഗം നിർത്തി താഴെ ആ വയറിന് ഒരു കുത്തു വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. You are crazy. ഞാൻ ചോദിച്ചു, ദൈവം എന്താണ് ഇങ്ങനെ ഭ്രാന്തമായിട്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കാൻ ചോദിച്ചു. All these eyes. ഈ കണ്ണുകളെല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. There are pagans here, God. What ഇവിടെ are you doing? മറ്റ് മതസ്ഥ ആളുകൾ കൂടെ ചുറ്റുമുണ്ട്. Go down. അപ്പോൾ പിന്നെ പറയാം, I want ഇറങ്ങിച്ചെന്ന് to പറയാം. preach. He said, go down. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ താഴോട്ട് ഇറങ്ങിച്ചല്ലേ. ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെന്നു. People say, what is the transition between up there and down? No one know what they come to do. ഓക്കെ, ട്രാൻസ്ലേറ്ററിന് പോലും കാര്യം മനസ്സിലായില്ല എന്തിനാ താഴോട്ട് വന്നുള്ള കാര്യം. Said it's like this. ക്രൂസൈഡിന്റെ സ്റ്റേജ് തന്നെ ഈ ഹൈറ്റിലാണ്. താഴോട്ട് ഇറങ്ങിച്ചെന്നു. I went, I preached, I go like this. താഴെ വന്ന പെണ്ണുമ്പോൾ വൈകിട്ട് ഒരു കുത്തു വെച്ചു കൊടുത്തു. And I come back. ഞാൻ തിരിച്ചു To വന്നു. fall down, boop. To fall down, boop. ആ പെണ്ണുമ്പോൾ താഴെ മറിഞ്ഞു വീണു. I come and continue to preach. ഞാൻ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. People are saying, what? എന്താണ് സംഭവിക്കുന്നത് ആളുകൾ ചിന്തിച്ചു. No answer. ഉത്തരമില്ല. I also don't have answer. If they ask me, എനിക്കും why you അറിയില്ല. put that lady that's pregnant? She's pregnant. What is inside? I told me I don't know. God tell me go and punch. I punch. ആ പെണ്ണുങ്ങളുടെ ചാക്കിട്ട് പോലിരിക്കുന്ന വയറിനകത്ത് കുഞ്ഞാണോ വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയാം. ഞാനും കുത്താൻ പറഞ്ഞു കുത്തി. Listen the end of the stories. ഓക്കെ, അതിന്റെ ബാക്കി കഥ കേട്ടോളൂ. The lady went home. She wasn't pregnant. പെണ്ണുമ്പോൾ പ്രഗ്നന്റ് അല്ലായിരുന്നു. She was having poison. ഓക്കെ, ഓക്കെ, പോയിസൺ റൈറ്റ്. Yeah. ഓക്കെ, അകത്ത് വിഷമായിരുന്നു. സ്വാഭാവികം നമ്മൾ ഈ പറയുന്ന For more than 12 years. 12 വർഷമായിട്ട് With the same tummy like that. ഇത്രയും വലിയ ചാക്ക് പോലെ ഇരുന്ന് വയറും പൊക്കി പിടിച്ചാണ് പെണ്ണുമ്പോൾ വന്നുകൊണ്ടിരുന്നത്. She went home, she poured the whole night. രാത്രി മൊത്തം പുള്ളിക്കാരത്തെ ഒഴിയാൻ തുടങ്ങി. ഓക്കെ, ഗോ ഹെഡ്. And the morning, രാവിലെ I like to wear the shirt, the trouser like this. ഓക്കെ, So I was walking and meditating and seeking the face of God. Somebody say, hey, sir. Where is the magician that live here in this house? I said, magician? ഞാൻ രാവിലെ ഇങ്ങനെ ഒരു കൊച്ചിനിക്കറൊക്കെ ഇട്ട് രാവിലെ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവജനമൊക്കെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് രാത്രി ഇവിടെ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഇവിടെ പോയി What ചോദിച്ചു. happened? ഞാൻ എന്താ സംഭവിച്ചത്? Yesterday, ഇന്നലെ രാത്രി I was in the Hallelujah meeting. They call Hallelujah meeting. ഇന്നലെ രാത്രി നടന്ന ഹല്ലേലൂയ കോൺഫറൻസിൽ ഞാൻ ഉണ്ടായിരുന്നു. There is one guy, ഒരുത്തൻ അവിടെ he ഉണ്ടായിരുന്നു. look little bit like you. നിങ്ങളെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ. He wear suit, where he described. സൂട്ടും സാധനമൊക്കെ ഇട്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ്. I don't know what happened, but he punched my stomach. ആ പെണ്ണുമ്പള പറഞ്ഞു, ഇന്നലെ ആകും വന്ന് എന്റെ വയറ്റിട്ട് ഒരു കുത്തു കുത്തി. All night my stomach ran. എന്റെ രാത്രി മൊത്തം ഞാൻ വയറിളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം ആകെ പ്രശ്നമായി. Look at my tummy is empty. I want to say thank you. ഇപ്പൊ കണ്ടോ വയറെല്ലാം കാലിയായി. Is there going to be another ministry today? No. No, Ministry is over. finish. Yeah. I'm thinking about the Finish. അപ്പം But the lady, she's Muslim. ആ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു. അവർക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറി എന്ന് പറഞ്ഞു. I was shocked. I said, give me a few minutes. Okay, go ahead. He's inside. I went inside. Okay. I changed. Okay.
I came back and said, Leke, get up. Okay. There is testimony. Okay. Do you remember lady that I punched in the crusade? Yeah. Okay. She's outside. You speak local language, go and speak to her. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ആളുകളോട് പറഞ്ഞു, ഇന്നലെ വന്ന് വൈകുന്ന ബുദ്ധി കിട്ടിയ പെണ്ണുമ്പോൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിക്കാൻ കൂടെ ഇരുന്ന ആളുകളോട് സംസാരിക്കുക, അവർ പോയി സംസാരിക്കുകയും ചെയ്തു. That lady become evangelist. ആ വയറിന് ബുദ്ധി കിട്ടിയ പെണ്ണുമ്പോൾ പിന്നീട് ഒരു She സുവിശേഷകയായി മാറി. went, start to bring the deaf people. ചെവി കേൾക്കാൻ ആളുകളെയും സംസാരിക്കാൻ കഴിയാത്ത ആളുകളെയും Every place you see sick person will bring to her house. പിന്നീട് യോഗത്തിലേക്ക് കൊണ്ടുവരുന്നത് സുവിശേഷകയായിട്ട് ആ സ്ത്രീ മാറി. From 10 to 12 we do crusade inside the house only. 10 തൊട്ട് 12 വരെ വീടിനകത്തായിരുന്നു പിന്നീട് ശുശ്രൂഷകൾ നടന്നിരുന്നത്. There is nothing impossible with God, friends. ദൈവത്താൽ അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല. When we are humble, when we are simple, when we seek the really God with all our heart, with the integrity of heart, God will do tremendous things with us. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും അസാധ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലില്ല എന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. We continue next Sunday if I still alive. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ബാക്കി കാര്യം പറയും. You also still alive? നിങ്ങൾ ജീവനോടുണ്ടെങ്കിൽ we continue next Sunday. ബാക്കി കാര്യങ്ങൾ കേൾക്കാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.